കോൺഗ്രസ് വേറൊരു പാർട്ടിയല്ല, അതൊരു വേറിട്ടൊരു പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടി ലോകത്ത് ഭൂമുഖത്ത് വേറൊന്നില്ല എന്നുള്ളതാണ്. അല്ല, ജനറൽ സെക്രട്ടറിയുടെ മീനിങ് ഒക്കെ മാറ്റി എഴുതുന്ന സമയം. അതെ, വേണുഗോപാൽ കമ്മിറ്റി എന്ന് വേണമെങ്കിൽ KCVC എന്ന് വിളിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പേരും അദ്ദേഹവുമായിട്ട് ബന്ധമുള്ളവരാണ്. പക്ഷേ യുവജന നേതാക്കളെ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ AK ആന്റണി, MM ഹസ്സൻ തുടങ്ങിയ ആൾക്കാർക്കൊന്നും വേണ്ടത്ര പരിഗണന നൽകിയില്ല. അങ്ങനെ യുവാക്കളെ അവഗണിച്ചു എന്നുള്ള ചാണ്ടിയുമ്മനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ച വേറെ കാര്യം, റിയാസ് മുക്കോളിയെ ഇത്രയും പേജുണ്ടെന്നേ സംസ്ഥാന ഭാരവാഹികളുടെ ലിസ്റ്റ് ഇനി വരാൻ പോകുന്നു. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. KPCCയുടെ ഭാരവാഹി പട്ടിക വന്നിട്ടുണ്ട്, എന്താണ് പറയാനുള്ളത്? ഇത്രയും ഭാരം വഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി കേരളത്തിലെ കോൺഗ്രസിനുണ്ടോ എന്നുള്ളത് പിന്നെ ഭയങ്കര കൗതുകരമായിട്ടൊരു കാര്യമാണ്. കേരളത്തിൽ തന്നെയല്ല, ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ എന്നുള്ളത് പിന്നെ വളരെ അത്ഭുതകരമായിട്ട് തോന്നുകയാണ് ലിസ്റ്റ് വന്നപ്പോൾ. ഇന്നലെ രാത്രിയാണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കോൺഗ്രസ്സുകാരൊക്കെ വേണമെങ്കിൽ അത് അപ്പം തന്നെ പോയിട്ട് വേണമെങ്കിൽ രാത്രി ഏതെങ്കിലും ബാർ തുറപ്പിച്ച് കുപ്പി വാങ്ങി മേടിച്ച് കാണും. കാരണം വെച്ചാൽ ഭ്രാന്ത് പിടിച്ചു പോകും. നമുക്ക് കുറച്ച് ചിരിയാണ് തോന്നിയത് എനിക്ക് കണ്ടപ്പം. 28 KPCC ജനറൽ സെക്രട്ടറിമാരുള്ളിടത്തു നിന്നാണ് 59 കണ്ടായിട്ട് 58ലേക്ക് പോകുന്നത്. ഇരട്ടിയിലധികമായിട്ടോ എല്ലായിടത്തും എല്ലാ ഇതും വർദ്ധിക്കുക. പണ്ട് കൈരളി ചാനൽ തുടങ്ങുന്ന സമയത്ത് കൈരളി ചാനലിൻ്റെ ഒരു പരസ്യവാചകം ഉണ്ടായിരുന്നു, ഇത് വേറൊരു ചാനലല്ല, വേറിട്ടൊരു ചാനലാണ്. കോൺഗ്രസ് വേറൊരു പാർട്ടിയല്ല, അതൊരു വേറിട്ടൊരു പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടി ലോകത്ത് ഭൂമുഖത്ത് വേറൊന്നില്ല എന്നുള്ളതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വിട്ടിട്ടുള്ള ലിസ്റ്റ് ആളുകളുടെ പേര് മാത്രം വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പൊളിറ്റിക്കൽ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് 6 പേരെയും കൂടി അഡീഷണലായിട്ട് കൂട്ടിച്ചേർക്കുന്നു. 13 പേരെ വൈസ് പ്രസിഡന്റുമാരാക്കുന്നു. 58 പേരെ ജനറൽ സെക്രട്ടറിമാരാക്കുന്നു. ഇനിയിപ്പോൾ സെക്രട്ടറിമാരെന്ന് പറഞ്ഞ സാധനം വരാനുണ്ട്, അത് സെഞ്ചുറിക്ക് മേളിപ്പോവും. അങ്ങനെയാണ് രസം. ഇവരിത് ചെയ്യുമ്പോൾ ചെയ്യേണ്ട സാമാന്യമായൊരു മര്യാദ എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ അവഹേളിക്കല അവരെ പേര് മാത്രം കൊടുക്കുന്നത്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ലെങ്കിൽ VK ശ്രീകണ്ഠൻ, ഡീൻ കുര്യാക്കോസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. അതിനകത്ത് രമണി P നായർ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്കറിയാം. പിന്നെ ഔഷാദ് അലി ഒക്കെ, BRN ഷഫീർ ഒക്കെ. പക്ഷേ ഇവർ ചെയ്യേണ്ടിയിരുന്ന ഇത്രയും പേരെ ലിസ്റ്റ് ഇട്ടപ്പം അവരുടെ ഫോട്ടോ കൂടി കൂട്ടത്തിൽ കൊടുക്കണമായിരുന്നു ലിസ്റ്റിനകത്ത്. ഇവരെ കൂടെയുള്ള ആൾക്കാർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ്ടേ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ലിസ്റ്റ് കാണുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിൽ എത്ര പേരെ അറിയും? ഈ ലിസ്റ്റിൽ സതീഷിന് എത്ര പേരെ അറിയും? ഈ ലിസ്റ്റിനകത്ത് ഷാഫി പറമ്പിലിന് എത്ര പേരെ അറിയും? ഈ ലിസ്റ്റിനകത്ത് KC വേണുഗോപാലിനെ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആൾക്കാർ മുഖേനൊക്കെ പരിചയമുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ, മാധ്യമ പ്രവർത്തകർക്ക്, രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഇതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്ക് ഒരു പാർട്ടിയുടെ, അതായത് ഒരുപാട് കാലം കേരളം ഭരിച്ച, കേന്ദ്രം ഭരിച്ച, ഏറ്റവും പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, CPM ഒരു ജനറൽ സെക്രട്ടറി ഉള്ളു കേട്ടോ, തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കണം. അല്ല, ജനറൽ സെക്രട്ടറിയുടെ മീനിങ് ഒക്കെ മാറ്റി എഴുതുന്ന സമയം. അതെ, അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ആളുകളുടെ പേര് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തവരാണ് ബഹുഭൂരിപക്ഷം പേരും. അതുകൊണ്ട് അവർ ഫോട്ടോ കൂടി വെച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്കെങ്കിലും പരസ്പരം ഞാനും അവനൊക്കെ സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ ഇന്ന ആളോ വൈസ് പ്രസിഡന്റ് ആണെന്നുള്ളത് പഠിച്ചു വെക്കാമായിരുന്നു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഏതെങ്കിലും കാലത്ത് യൂത്ത് കോൺഗ്രസിലൊക്കെ ഒപ്പം പഠിച്ചായിരിക്കും. ഇപ്പോൾ KPCC ഭാരവാഹികളോ അല്ലെങ്കിൽ ഇന്ദിരാഭവനി വെച്ച് കണ്ടുമുട്ടുമ്പോൾ എന്താണ് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇന്ന് യോഗം ഉണ്ടല്ലോ അതിന് വന്നതാണ്, അപ്പോഴായിരിക്കും പരസ്പരം അറിയുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് ഇതിൻ്റെ ഒരു വിഷയം. പണ്ടൊക്കെ സ്കൂളിലൊക്കെ മത്സരങ്ങൾ നടത്തും, അല്ലെങ്കിൽ നമ്മൾ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മത്സരം നടത്തുമ്പോൾ ഫസ്റ്റ് സെക്കൻഡും തേർഡും കൊടുക്കും. പക്ഷേ പങ്കെടുത്ത എല്ലാവർക്കും നമ്മൾ പ്രോത്സാഹന സമ്മാനം ഇട്ടോ സോപ്പ് പെട്ടിയോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ എന്തെങ്കിലും കൊടുക്കും. അവർക്ക് വിഷമം ഉണ്ടാവില്ല നിങ്ങളുടെ. ഇതേപോലെ എല്ലാവരെയും ഉൾപ്പെടുത്താനുള്ള ആരൊക്കെയോ അങ്ങ് കൊണ്ടുവന്ന് ഇടുക, എന്നിട്ട് ഒരു ജംബോ കമ്മിറ്റി. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ KPCC സെക്രട്ടറിമാരെയും കൂടെ ഉൾപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ടാവുമല്ലോ, അതും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിടത്തും നിൽക്കുന്ന മുൻ KPCC പ്രസിഡന്റുമാരുണ്ട്, അവരെല്ലാം രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ട്. ഇവരൊരു മീറ്റിംഗ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മൊത്തം വിശാലമായ KPCC യോഗം വിളിക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് തമാശയായിട്ടാണെങ്കിൽ പോലും അത് കാര്യമായി തീരുന്ന അവസ്ഥയിൽ ഒരു ഓഡിറ്റോറിയം പോലും പോരാ. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയോ അല്ലെങ്കിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനിയോ അതല്ലെങ്കിൽ കല്ലൂർ സ്റ്റേഡിയോ ഒക്കെ വേണ്ടി വരുന്ന സ്ഥിതിയുണ്ട് എന്നുള്ള ഒരവസ്ഥയാണ്. വേണ്ട, KPCC ഭാരവാഹികളുടെ മാത്രം, KPCC എക്സിക്യൂട്ടീവ് അല്ലാതെ ഈ ജനറൽ സെക്രട്ടറിമാരെയും സെക്രട്ടറിമാരുടെയും ഒക്കെ കൂടെ സമ്പൂർണ്ണ യോഗം വിളിക്കുകയാണെങ്കിൽ തന്നെ അന്നത്തെ ദിവസം തിരുവനന്തപുരത്താണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഒരൊറ്റ ഹോട്ടലിൽ വേറെ മനുഷ്യന് ഇപ്പോൾ RCC ചികിത്സയ്ക്ക് പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വേറെയുള്ള കാര്യത്തിന് എന്തെങ്കിലും കാര്യത്തിന് അവിടെ എത്തിപ്പെട്ട അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്ക് ഹോട്ടലിൽ റൂം കിട്ടത്തില്ല. കാരണം മൊത്തം ഇവർ ബുക്ക് ചെയ്യും. അതേപോലെ തന്നെ ട്രെയിനിന് ടിക്കറ്റ് കിട്ടത്തില്ല. അന്ന് വന്ദേഭാരതും എല്ലാ ഭാരതവും അന്ന് എല്ലാ ട്രെയിനും വന്ന് ഫുള്ളായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കാസർഗോഡ് തൊട്ടുള്ള യാത്രക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, മറ്റൊരു പാലക്കാട് തൊട്ടുള്ളവർ ഇങ്ങോട്ട് വരുന്നു. ഇതെല്ലാം ഷൊർണ്ണൂരിന്നോ തൃശ്ശൂരിന്നോ ഒക്കെ വരുമ്പോൾ തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ട് ട്രെയിനിന് ടിക്കറ്റ് അന്നുണ്ടാവത്തില്ല. എല്ലാം റിസർവേഷനും AC ബാക്കിയുള്ളതും എല്ലാം തേർഡ് AC സെക്കൻഡ് AC ഒക്കെ എല്ലാം ഫുള്ള് ബുക്ക്ഡായിരിക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സാമൂഹിക വിപത്തായിട്ട് മാറുന്ന അവസ്ഥയാണ്. ലിസ്റ്റിൻ്റെ ഒരു ആകെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതുകൊണ്ടുള്ള ഗുണം, പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ പണിയൊന്നും ഇല്ലാതിരിക്കുന്ന, ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേ തങ്ങൾക്ക് ബിസിനസ് കിട്ടുള്ളൂ എന്ന് കരുതിയിരിക്കുന്ന, ഫ്ലെക്സ് ബോർഡ് വെക്കുന്ന ആളുകളുണ്ടല്ലോ,
ആ പാവങ്ങൾക്ക് ചാകരക്കൊയ്ത്തിൻ്റെ കാലം. കാരണം ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-നും BJP-ക്കും ഒക്കെ നേതാക്കന്മാർ വരാറുണ്ട്, CPI-ക്ക് വരും, മുസ്ലിം ലീഗിന് വരും, പല ഭാരവാഹിക പ്രഖ്യാപനങ്ങളുണ്ടാവും. അവരാരും ഇങ്ങനെ ഈ ഫ്ലെക്സ് വെക്കത്തില്ല. ഇത് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് എന്നിട്ട് ഇവർ വെക്കും. KPCC ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റെടുക്കപ്പെട്ട ഇന്ന ആൾക്ക് അഭിവാദ്യങ്ങൾ. മോട്ടോർ തൊഴിലാളി യൂണിയൻ, കശുവണ്ടി തൊഴിലാളി യൂണിയൻ. ഇത് കശുവണ്ടി ഇല്ലാത്ത നാട്ടിലായിരിക്കും കശുവണ്ടി തൊഴിലാളി യൂണിയൻ വെക്കുന്നത്. കുട്ടനാട്ടിൽ പോലും നെൽകൃഷി ഇല്ലാത്ത കാലത്ത് അവർ പറയും കർഷക തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അത് സിറ്റിക്കകത്ത് വെക്കും, ഏതെങ്കിലും സിറ്റിക്കകത്ത് കൊണ്ടുപോയി വെക്കും. അപ്പോൾ അങ്ങനെ വിവിധ സംഘടനകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവരുടെ വലിയ തലയും വെച്ച് ഫ്ലെക്സ് അടിക്കുന്ന സ്വഭാവമുണ്ട്. ആ ഫ്ലെക്സ് കടം മേടിച്ചിട്ടൊക്കെ ആയിരിക്കും വേണമെങ്കിൽ. ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ അത്യാവശ്യം വിലയുള്ളതുകൊണ്ട് പണയം വെച്ചാലും അത്യാവശ്യം വില കിട്ടുന്നതുകൊണ്ട് ഇപ്പം ഭാര്യയുടെ താലിമാല വരെ പണയം വെച്ചിട്ടാണെങ്കിൽ ഇവർ ഫ്ലെക്സ് അടിക്കും. ഫ്ലെക്സുകാർക്ക് ഒരു ചാകരക്കാലമായി കിട്ടി എന്നുള്ളതിനപ്പുറത്ത് ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. രണ്ട്, ഒരാൾക്ക് ഒറ്റ പദവി എന്നുള്ളൊരു നിബന്ധന ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്നിരുന്നു. ഇതിനകത്ത് പലരും ജനപ്രതിനിധികളാണ്, MP-മാരും MLA-മാരും ഒക്കെ വീണ്ടും ഇതിനകത്ത് റീഅക്കോമഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. KPCC അല്ല യഥാർത്ഥത്തിൽ, ഇത് KCVC ആണ്. കേരള കോൺഗ്രസ് വേണുഗോപാൽ കമ്മിറ്റി എന്ന് വേണമെങ്കിൽ KCVC എന്ന് വിളിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പേരും അദ്ദേഹവുമായിട്ട് ബന്ധമുള്ളവരാണ്. ഇപ്പോൾ CP മുഹമ്മദ് വരുമ്പോൾ ഷാഫിയുടെ താല്പര്യമാണ്, അത് KC-യിലൂടെ നടപ്പിലാക്കിയെടുത്തത്. ഷാഫി ഇപ്പോൾ താല്പര്യം ഉണ്ടാകാൻ കാരണം CP-യും ഷാഫിയും തമ്മിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഫൈറ്റ് ആയിരുന്നു. പക്ഷേ ഷാഫിയെ വളർത്തിക്കൊണ്ടുവന്ന തങ്ങൾ ഷാഫിയെ മാത്രമല്ല CPM വളർത്തിക്കൊണ്ടുവന്ന വലിയ പങ്ക് വഹിച്ചത്. രണ്ടുപേരെ എൻ്റെ മയ്യത്ത് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം ഷാഫിക്ക് CPM-ആയിട്ട് കൈ കൊടുക്കേണ്ടി വരുന്നു. അതിനകത്ത് നമ്മളൊരു നിർണായക ഫാക്ടറാണ്. കാരണം ഇറാൻ ഗ്രൂപ്പിൻ്റെ സിദ്ദിഖ് അഹമ്മദിൻ്റെ ആകെ ആക്സസ് ഇപ്പം നല്ലതായിട്ട് അദ്ദേഹത്തിനുള്ളത് ഈ രണ്ടുപേരുമായിട്ടാണ്. സിദ്ദിഖ് അഹമ്മദിൻ്റെ സ്ഥാപനത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും CP മുഹമ്മദുണ്ട്. അതേപോലെ തന്നെ CP മുഹമ്മദിൻ്റെ അനിയൻ സക്കീർ അടുത്തിടെ മരിച്ചു. പിന്നെ വളരെ ദുരൂഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം സിദ്ദിഖ് അഹമ്മദിൻ്റെ കൂടെ ആയിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു സക്കീർ ഉണ്ടായിരുന്നത്. ഇപ്പം ഷാഫിക്കാണെങ്കിലും ഇയാളുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടി വരുന്നത് അതിനകത്ത് നമ്മളൊരു ഘടകമായെന്നുള്ളതാണ്. കാരണം പൊതുശത്രുവായിട്ട് നമ്മളെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട്. പിന്നുള്ളത് ഇതിനകത്തുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫാമിലി റൂം ബുക്ക് ചെയ്യേണ്ടി വരുന്നത് ആകെ നമ്മുടെ VK ശ്രീകണ്ഠന് മാത്രമാണ് പാലക്കാട്. കാരണം ശ്രീകണ്ഠനുണ്ട്, ശ്രീകണ്ഠൻ്റെ ഭാര്യ KA തുളസിയുണ്ട്. ശ്രീകണ്ഠൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്കൊന്നുമല്ല, അവർ പിന്നെ കോൺഗ്രസിൽ കൂടി പ്രവർത്തിച്ച് കടന്നു വന്നതാണ്. ശ്രീകണ്ഠനും തുളസിയും വളരെ മാതൃകാപരമായിട്ടുള്ള പിന്നെ ഉൾപ്പെടുത്തപ്പെടേണ്ടവരുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അവൻ 12 സുധാകരനെയും വയസ്സുകാലത്ത് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കിതിനകത്തുണ്ടായിരുന്നെന്ന് വെച്ചാൽ യുവജന നേതാക്കളെ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ AK ആന്റണി, MM അസൽ തുടങ്ങിയ ആൾക്കാർക്കൊന്നും വേണ്ടത്ര പരിഗണന നൽകിയില്ല. അങ്ങനെ യുവാക്കളെ അവഗണിച്ചു എന്നുള്ള ഒരാക്ഷേപം എനിക്കുണ്ട്. പിന്നെ ഈ കമ്മിറ്റിയിലേക്ക് യഥാർത്ഥ യുവാവിനെ ഇതിനകത്ത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മറ്റേ യുവാവിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, പക്ഷേ വേറെ കാര്യമുണ്ട്. പക്ഷെ ഇതിനകത്ത് വരേണ്ടിയിരുന്ന അതിപ്പോൾ സസ്പെൻഷനിലാണല്ലോ. അല്ല, ശരിക്കുള്ള യുവാവിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ്റെ കാര്യം പറഞ്ഞത് ചാണ്ടി ഉമ്മനെ എവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിനകത്തെ ഏറ്റവും പിന്നെ കൃത്യമായി, അതായത് ക്രെഡിബിളായ ആളുകളുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ച വേറെ കാര്യം, റിയാസ് മുക്കോളിയെ പോലെ ഒരാളെ KPCC ജനറൽ സെക്രട്ടറിക്ക് ആക്കേണ്ടതാണ്. ഇത്രയും പേരെ ഉൾപ്പെടുത്താമെന്നുണ്ടെങ്കിൽ റിയാസ് മുക്കോളിയെ ഉൾപ്പെടുത്തുന്നില്ല. റിയാസ് മുക്കോളിയെ ഉൾപ്പെടുത്താതെ CP മുഹമ്മദിനെ കൊണ്ടുവരികയും ചെയ്യുന്നു. റിയാസ് മുക്കോളിയെ ഷാഫി ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ആ റിജിൽ മാക്കുറ്റിയും കുറേ കാലം ആടിയോ കൊണ്ടതല്ലേ. ഇനിയിപ്പോൾ KPCC സെക്രട്ടറി ആക്കിയിട്ട് കൊണ്ടുവരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ നമ്മളെ പാവം ഷമാ മുഹമ്മദ് കുറേ കാലം ഇരുന്നിട്ട് ഇംഗ്ലീഷിലും ഷമാ മുഹമ്മദിൻ്റെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ കോൺഗ്രസ് വളരെ ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട്. AICC ഇറക്കിയ ഒരു വിജ്ഞാപനത്തിനെതിരെയാണ് അവർ രംഗത്ത് വന്നേക്കുന്നത്. AICCയുടെ വക്താവാണ് അവര്. AICC ഇറക്കുന്ന എല്ലാത്തിനെയും ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരേണ്ട ഷമാ മുഹമ്മദാണ് ആദ്യമായിട്ട് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നത്. അവരെന്താ ഉദ്ദേശിക്കുന്നത്? അവർക്ക് കേരളത്തിൽ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നോ, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആക്കുമോ, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആക്കുന്നോ? അവർ കണ്ണൂർക്കാരിയും കണ്ടാണെന്ന് തോന്നുന്നു. കണ്ണൂർക്കാരി അവിടുത്തെ DCC ആക്കാൻ പോലും പറ്റത്തില്ല. അത് വേറെ കാര്യം. രമ്യ ഹരിദാസ് വൈസ് പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നു. വൈസ് പ്രസിഡന്റുമാർക്കിടയിൽ പിന്നെ ഒരൊറ്റ വനിതയാണ് വന്നിരിക്കുന്നത്, രമ്യ മാത്രം. ഇവിടെ എത്രയോ പിന്നെ കഴിവുറ്റ വനിതാ നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ മറികടന്ന് രമ്യ വരുന്നു. രമ്യ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നുള്ള എൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. നിലമ്പൂര് ആര്യാടൻ ഷൗക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും അവിടെ ഒരു പദ്ധതി കൊണ്ടുവരികയും പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയൊക്കെ ചെയ്യുകയും അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതെല്ലാം ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ പിന്നെ ആ വിഷയത്തിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തവരായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ വന്ന വഴികളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നീടാണ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു. പിന്നീട് അവിടെ പോകുന്നു. ആ ഒരു ട്രെൻഡിൽ പിന്നെ അന്ന് പാട്ടൊക്കെ പാടിയെങ്കിൽ ജയിച്ചു പോകുന്നു. രമ്യയൊക്കെ വൈസ് പ്രസിഡന്റാക്കി കൊണ്ടുവരുമ്പം ഞാൻ ചോദിക്കുന്ന സീനിയർ നേതാവായിട്ടുള്ള രമണി പി നായരെ എവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? രമണി പി നായരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന കാലം എന്ന് പറയുന്നത് വനിതകൾ രാഷ്ട്രീയത്തിലേക്ക് പൊതുവെ ഇറങ്ങാത്ത കാലഘട്ടത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. കോൺഗ്രസ് അങ്ങനെ വനിതകൾ MT പത്മയെ പോലെ അല്ലെങ്കിൽ സാവിത്രി ലക്ഷ്മണനെയൊക്കെ പോലെ അതേപോലെ ഒരു മന്ത്രി വരെ ആകാൻ യോഗ്യതയുള്ള ആളാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്. മാത്രമല്ല
അവർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു തവണ സ്ത്രീ സംവരണം, അടുത്ത തവണ ജനറൽ സീറ്റിൽ നിന്ന് വീണ്ടും മത്സരിച്ച് ജയിക്കുക. അത്രയും പിന്നെ കഴിഞ്ഞ തവണ വാമനപുരത്ത് പിന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഒരുപക്ഷെ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ആളാണ് രമണി പി നായർ, സീനിയർ നേതാവാണ്. അപമാനിക്കുന്നതിന് തുല്യമല്ലേ രമണി പി നായരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ 19 കൂട്ടത്തെ കൊണ്ടുവന്നിടുകയും അതിൻ്റെ തലയ്ക്ക് മേളിൽ കൊണ്ടുവന്നിട്ട് രമ്യ ഹരിദാസിനെ കൊണ്ടുവന്നിടുകയും ചെയ്യാന്നാണ്. അതുമാത്രമല്ല, സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഭർത്താവ് ഡെപ്യൂട്ടി കളക്ടറായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. കൺഫേംഡ് IAS കിട്ടേണ്ടതായിരുന്നു, അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ കോൺഗ്രസ്സുകാരി ആയതുകൊണ്ട് ഇടതുമുന്നണി സർക്കാരിൻ്റെ സമയത്ത് അത് കിട്ടാതെ പോകേണ്ടി വന്ന സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഒതുക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഈ 8-9 വൈസ് പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ പാവം ലിജുവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രപ്രസാദ്, ഷൈബിയുടെ, പാലോട്ട് രവിയൊക്കെ നമുക്കറിയാം. അഡ്വക്കേറ്റ് അനിൽ ബോസിനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. അൽബോസിനെ ഇനി വരുവാണെങ്കിൽ KPCC സെക്രട്ടറി സ്ഥാനത്തേക്കായിരിക്കും പരിഗണിക്കുക. പക്ഷേ വൈകുന്നേരം ഇരുന്ന് തൊണ്ട കയറി ഇവർക്ക് വേണ്ടി വർത്താനം പറയുന്നല്ലോ. നിലവിൽ പുള്ളിക്കാരൻ KPCC ജനറൽ സെക്രട്ടറി ആണ്. അൽബോസ് നിലവിൽ ജനറൽ സെക്രട്ടറി, കഴിഞ്ഞ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയിരുന്നു എനിക്ക് തോന്നുന്നു. അതെ, അദ്ദേഹത്തെയൊക്കെ അങ്ങനെയാണെങ്കിൽ ചെയ്തിട്ടുള്ളത് വളരെ മോശമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് അത്യാവശ്യം യുവജന പ്രാതിനിധ്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. യുവ നേതാവായിട്ടുള്ള പാലോട്ട് രവിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്ന്. അങ്ങനെ ഒരുപാട് യുവാക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് A. ഷുക്കൂറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇനി നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, പല ആൾക്കാരുടെയും പേര് വായിക്കുമ്പോൾ കേരള രാഷ്ട്രീയം നമ്മളൊക്കെ നിരന്തരം നിരീക്ഷിക്കുന്ന നമുക്ക് അപരിചിതമായ ആളുകൾ സംസ്ഥാന നേതാക്കന്മാരായി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസമായിട്ടുള്ളത്. സ്ത്രീകളെ കുറച്ച് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുളസിയെ മാത്രമല്ല, രമണി പി നായർ, ആലിപ്പറ്റ ജമീല ഇവരെയൊക്കെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദീപ്തി മേരി വർഗീസ് ഉണ്ട്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ ഏതോ ഒരു നീലകണ്ഠനുണ്ടോ, നമുക്ക് ആകെ അറിയാവുന്നൊരു നീലകണ്ഠൻ CR നീലകണ്ഠനാണ്. പിന്നെ ബാബുരാജ് ഉണ്ട്, പിന്നെ ചന്ദ്രൻ തില്ലങ്കേരി ഉണ്ട്, വത്സൻ തില്ലങ്കേരിയാണ് നമുക്കറിയാം മറ്റേ BJPയിലെ. പിന്നെ നമ്മളെ അനിലക്കരി ഉണ്ട്, ശബരിനാഥ് ഉണ്ട്, സന്ദീപ് വാര്യരുണ്ട്. സന്ദീപിനൊക്കെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട്. നൗഷാദ് അലിയും പരിഗണിച്ചിട്ടുണ്ട്. മുമ്പ് KPCC സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. പിന്നെയുള്ള കുറേ പേരെ നമുക്കറിയത്തില്ല. പാഷാണൻ ഷാജി എന്ന് കേട്ടിട്ടുണ്ട്, കാട്ടാനൻ ഷാജിയോ അങ്ങനെ എന്തൊക്കെയുണ്ട്. വല്ലാത്തൊരു രസം. അൻസജിത റസലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള. അതേപോലെ തന്നെ അവരും ജില്ലാ പഞ്ചായത്ത് ഇതായിരുന്നു. പിന്നെ ലക്ഷ്മി, സോണിയ, വിദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുണ്ട്. ആരാണ് എന്താണെന്ന് അറിയത്തില്ല. PT അജയ് മോഹന് ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. PT അജയ് മോഹൻ UDFന്റെ ജില്ലാ കൺവീനറായിരുന്നു. പഴയ PT മോഹൻകൃഷ്ണൻ്റെ മലപ്പുറത്തെ. PT അജയ് മോഹൻ വന്ന വഴി AP അനിൽകുമാർ വഴിയാണ്. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, ഈ നിലമ്പൂർ സീറ്റ് ആര്യാടനെ കൊണ്ടുവന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡീലിൻ്റെ ഭാഗമായിട്ടാണ് PT അജയ് മോഹനെ പിന്നെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് BR ഷഫീറിനെ നല്ല കാര്യമായിട്ട് കാണുന്നു. പിന്നെ കൊണ്ടുവരേണ്ടത് ഒന്നും അല്ലെങ്കിൽ BR ഷഫീർ ഉള്ള കാര്യം തുറന്നു പറഞ്ഞല്ലോ. രാഹുലിനെ 6 മാസം അവിടെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണമെന്ന് വരെ പറഞ്ഞ, ഞരമ്പൂതിന് ചികിത്സിപ്പിക്കണമെന്ന് വരെ പറഞ്ഞ ഒരു തങ്സ്ലിപ്പിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഈ പാവം പിന്നെ അൽബോസിനൊക്കെ പോലെ തന്നെ വൈകുന്നേരം പോയിട്ടിരുന്ന് ചാനലിനകത്ത് ഇവന്മാർക്ക് കാണിച്ചു കൂട്ടുന്ന വൃത്തികേടിനിരുന്ന് പിന്നെ ന്യായീകരിച്ച് ആളുകളുടെ മുമ്പിൽ ട്രോൾ മെറ്റീരിയൽ ആവുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെയൊക്കെ. കാരണം മറ്റോമാർ ആരൊക്കെ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം ഈ പാവങ്ങളിരുന്ന് ഇങ്ങനെ നാട്ടുകാരെ ചീത്തോട് കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ പേരെ ഉൾപ്പെടുത്തിയപ്പോഴും പിന്നെ മറ്റ് പലരെയും ഇപ്പോൾ ജയസഖലിനെ പരിഗണിച്ചിട്ടില്ല, ചാണ്ടിയുമനെ പരിഗണിച്ചിട്ടില്ല. ജയസൈലിനൊക്കെ KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതാ ആ ജില്ലയിൽ നിന്നും, തലസ്ഥാന ജില്ലയിൽ നിന്ന്. അതേപോലെ ചാണ്ടിയുമൻ എൻ്റെ അഭിപ്രായത്തിൽ അണ്ടറിയാള ഓർഡിനെയൊക്കെ പിടിച്ചിരുത്തുന്നതിന് പകരം ചാണ്ടിയുമനെ KPCCയുടെ പിന്നെ വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള ഒരാളായിട്ട് ഉൾപ്പെടുത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അത് കൊടുക്കുന്നൊരു വേറെ ഒരു ചിത്രം ഉണ്ടാവും, ഇതിനൊരു ഇമേജ് കൊടുക്കും. മൊത്തത്തിൽ ഈ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ സിബിക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഈ ലിസ്റ്റ് പ്രേക്ഷകർ കാണാൻ വേണ്ടി കാണിക്കുക. ഇത്രയും പേജുണ്ടെന്നേ, സംസ്ഥാന ഭാരവാഹികളുടെ ലിസ്റ്റ് ഇനി വരാൻ പോകുന്നു. അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ബണ്ടിലായിരിക്കും. കിലോയ്ക്കാണെങ്കിൽ 2 കിലോ പേപ്പർ മേടിക്കേണ്ടി വരും മൊത്തം പ്രിന്റ് ചെയ്യാൻ. ഇതിനകത്ത് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഈ KPCC ഭാരവാഹി ലിസ്റ്റ് KPCCക്ക് ഒരു ഭാരവാഹി ലിസ്റ്റ് ആവാതിരിക്കട്ടെ എന്ന് മാത്രമേ വിഷയത്തിൽ പറയാനുള്ളൂ. അല്ല, അതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഒരു പിന്നെ കേരളത്തിലെ യുവജന സംഘടനകളുടെ, യൂത്ത് ലീഗിൻ്റെ, യുവമോർച്ചയുടെ, അല്ലെങ്കിൽ പിന്നെ DYFIയുടെ, വേണ്ട SFIയുടെ, MSFൻ്റെയോ അല്ലെങ്കിൽ പിന്നെ ABVPയുടെ ഒക്കെ ഭാരവാഹി ലിസ്റ്റിന് പോലും ഇതിനേക്കാളും പകിട്ടും തിളക്കവും ഉണ്ടാവും എന്നുള്ളത് ആത്മബോധമുള്ള കോൺഗ്രസ്സുകാർ, അഭിമാനബോധമുള്ള കോൺഗ്രസ്സുകാർ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനേക്കാളും നിലവാരം കുറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ പിന്നെ രാജ്യത്തെ ദീർഘകാലം ഭരിച്ച ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന കേരളത്തിലെ 2ാമത്തെ പാർട്ടിയായ ഒരു പാർട്ടിയുടെ ഭാരവാഹി ലിസ്റ്റിന് ഈ ഗതികളുണ്ടെങ്കിൽ വരാൻ പോകുന്ന സെക്രട്ടറിമാരുടെ ലിസ്റ്റ് കൂടി പുറത്തു വരുമ്പോൾ കോൺഗ്രസ്സുകാർ കൂടുതൽ അപഹാസ്യരാകുന്ന ഒരവസ്ഥയിലേക്കും ഇതൊരു കോമാഡി പാർട്ടിയായിട്ട് ഒരു സർക്കസ് കൂടാരമായി മാറുന്ന ഒരു കാഴ്ചയിലേക്കുമാണ് രാഷ്ട്രീയം പോകുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ.